പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനകം തന്നെ പ്രേക്ഷക ഹൃദയം കീഴടക്കി കഴിഞ്ഞ CI ജോർജ് സാർ എന്ന പ്രകാശ് വർമ്മയുടെ ബാംഗ്ലൂരിലെ ഓഫീസിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. വാസ്തവത്തിൽ ഈ ഓഫീസ് തന്നെ ഒരു വിസ്മയകരമാണ്. കാരണം എല്ലാ പ്രധാനപ്പെട്ട ആഡ് ഫിലിമിൻ്റെയും ഐഡിയ രൂപം കൊള്ളുന്നത് ഈ ഓഫീസിൽ നിന്നാണ്. സാർ നമസ്കാരം. ആദ്യം തന്നെ നമസ്കാരം. ഭയങ്കരമായിട്ടൊരു അഭിനന്ദനം പറയുന്നു. താങ്ക് യു. കാരണം അത്രയധികം പ്രേക്ഷകരുടെ മനസ്സിൽ കയറി കഴിഞ്ഞു. താങ്ക് യു. ആഡ് ഫിലിമിലേക്ക് വന്നിട്ട് 27 വർഷം. നിർവാണ എന്ന ഈ ഓഫീസ് തുടങ്ങിയിട്ട് 25 വർഷം. സിനിമാ മോഹവുമായി അവിടെ നിന്ന് വണ്ടി കയറി ഇവിടെ വന്നിട്ട് എങ്ങനെ ഈ നിലയിലെത്തി? സിനിമാ മോഹം തന്നെയായിരുന്നു ആദ്യം തൊട്ട്, അതിന് സംശയമൊന്നുമില്ല. അന്നും ഇന്നും എപ്പോഴും സിനിമാ മോഹം തന്നെയാണ്. അത് എനിക്ക് തോന്നുന്ന വളരെ ചെറുപ്പം കാലം തൊട്ടേ നമ്മൾ കള്ളത്തരം പറയുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സിനിമ പറയുന്ന സമയത്തൊക്കെ നമ്മൾ വേറൊരാളുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു രീതി അല്ലെങ്കിൽ അവർ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ അവിടെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് ഈ പണി നമുക്ക് പറ്റുന്ന പണിയാണല്ലോ എന്ന്. എന്തായാലും പക്ഷെ സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് ഇൻഫാക്ട് പറഞ്ഞ പോലെ എനിക്ക് വേണ്ടപ്പെട്ട ഞാൻ എപ്പോഴും നോക്കിക്കാണുന്ന വലിയ വലിയ സംവിധായകരുടെ അടുത്ത് ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചിട്ട് പോയിട്ടില്ല. ഞാൻ അസിസ്റ്റന്റ് ആകാൻ വേണ്ടി ചാൻസ് ചോദിച്ചു പലവരുടെ അടുത്തും പോയിട്ടുണ്ട്. ആ സമയത്ത് ഞാനിവിടെ ഫൈസറിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്, വീക്കെൻഡുകളിലാണ് ഞാൻ സാധാരണ പോയി. അങ്ങനെ സിനിമയിൽ വിജയ് തമ്പി, ഇസ്മയിൽ ഹസൻ, വിജയേട്ടൻ്റെ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് സാലു ജോർജ് സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു, അസോസിയേറ്റ് ആയിരുന്നു. പുള്ളി ഒരു സിനിമ ചെയ്തു. പിന്നെ ലോയി സാറ്, അങ്ങനെ VK പ്രകാശ്, ഇങ്ങനെ സിനിമകളിൽ ഞാൻ അസിസ്റ്റൻറ്റും സഹസംവിധാനവും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമ കഴിഞ്ഞ് നമ്മൾ അടുത്ത സിനിമ എന്ന് പറയുന്ന സമയം വളരെ ലോങ് ഗ്യാപ്പാണ്. നമ്മളാണെങ്കിൽ വളരെ ചെറുപ്പവും. അപ്പോൾ ആ സമയം കളയരുതെന്ന് വിചാരിച്ചാണ് അഡ്വർടൈസിങ്ങിൽ അസിസ്റ്റൻ്റ് ആകാമെന്ന് വിചാരിച്ച് VK പ്രകാശിൻ്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മളറിയാതെ തന്നെ ചില കാര്യങ്ങളോട്ട് ഡ്രിഫ്റ്റ് ചെയ്തു പോകും. എന്നാൽ തന്നെയും എനിക്ക് അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും അതേ ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. ഞാൻ ഇപ്പോഴും കഥ പറയുകയാണ്. അത് സിനിമയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫോമാറ്റിലാണെങ്കിലും ഞാൻ കഥ പറയാനാണ് ശ്രമം. അതുകൊണ്ട് എനിക്ക് കംപ്ലയിൻസ് ഉണ്ടായിരുന്നില്ല. ഓരോ സമയത്തും നമ്മൾ 2001 നിർവ്വാണം തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെയും ഐ തിങ്ക് അതിനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നതും. ദൈവം സഹായിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാമ്പയിൻ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആൾക്കാർ അക്രോസ് ദ ഗ്ലോബ് വർക്ക് ചെയ്യാൻ പറ്റി. അത് പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ടൈമിലാണെങ്കിലും റൈറ്റേഴ്സ്, DOP, അങ്ങനെ നമുക്കങ്ങനെ ധാരാളം അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റിയും എക്സ്പീരിയൻസും ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ഇടയിൽ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു കാര്യം നമ്മൾ വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും വേറൊരു കമേഴ്ഷ്യൽ വരും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തുടരും എന്നൊരു സർവൈവ് ചെയ്യാൻ പാടുപെട്ടോ? ശരി, പാടുപെട്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ അത് ചെയ്തു എന്നൊക്കെ നമുക്ക് ചിന്ത വരും. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് ചെറുപ്പമാകുമ്പോൾ നമുക്ക് മേളിൽ ആകാശവും താഴെ ഭൂമിയും. ദൈവം സഹായിച്ച് നമുക്ക് വേറെ പ്രാരാബ്ദങ്ങളും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പോകാനും നമുക്ക് ഒരു ജോലി ഫൈസറിൽ ആ സമയത്ത് വളരെ യങ്ങായിരിക്കുമ്പോൾ 21-22 വയസ്സുള്ള സമയത്ത് നല്ല ശമ്പളത്തോട് ഒരു ജോലി വിട്ടിട്ട് നമ്മൾ സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. അതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ പക്ഷെ അന്നൊന്നും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നമ്മളൊരു ലക്ഷ്യസ്ഥാനത്തോട്ട് എത്താൻ വീട്ടിൽ എതിർപ്പ് ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. അച്ഛന് തീർച്ചയായിട്ടും പഠിക്കുന്ന സമയത്തിൽ ഞാൻ ഇപ്പോൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കണം എന്ന് പറഞ്ഞാലും നടക്കുന്ന കേസുകളെ അല്ല. കാര്യം വളരെ സ്ട്രോങ് അക്കാഡമിക് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. അച്ഛൻ ഫിസിക്സ് പ്രൊഫസർ ആയിരുന്നു SD കോളേജിൽ. അമ്മ അതെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തതാണ്. അച്ഛൻ മരിക്കുന്നതിന് മുമ്പാണ് ഞാൻ വിജയേട്ടൻ്റെ കൂടെയൊക്കെ. അപ്പം ഞാൻ ജോലി വിട്ടെന്നും ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതൊക്കെ അച്ഛനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച് കാണും ആ സമയത്ത്. പക്ഷെ ലൂസാറിന്റെ കൂടെയൊക്കെ ജോലി ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും അച്ഛൻ ഉണ്ടായിരുന്നില്ല. അമ്മ കൂടെ ഉണ്ടല്ലോ. അമ്മ എപ്പോഴും സിനിമ ഉണ്ടോ? പിന്നെ അമ്മയ്ക്ക് എന്നെ എന്താ പറയുക, സാധാരണ ഏതൊരു അമ്മയ്ക്കും തോന്നുന്ന പോലെ ആദ്യം നമ്മൾ സ്ക്രീനിൽ കാണുമ്പം, അതും ലാലേട്ടൻ്റെ ഒക്കെ ഒപ്പം സ്ക്രീൻ നമ്മൾ ആക്ച്വലി ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു അമ്മയ്ക്ക് ഉണ്ടാവുന്നൊരു വല്ലാത്തൊരു തരം വികാരം പ്രകടിപ്പിച്ചു. പക്ഷെ അതേപോലെ അവസാനം ഇടിച്ചുകൂട്ടി ഡിക്കയിലിടുമ്പം സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു വിഷമം അന്ന് പ്രകടിപ്പിച്ചെങ്കിലും ഇപ്പം വളരെ സന്തോഷമാണ്. അതെ അതെ, ഭയങ്കര ഹാപ്പിയാണ്. ഈ ആദ്യ ആഡ് ഫിലിം ഏതായിരുന്നു? ഞാനിപ്പോ ഒരുപാടെണ്ണം താങ്കളുടെ ഫാനാണ്. മുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രിട്ടീഷ് എയർവേസ്. അതെ,
അതൊക്കെ റീസെന്റ് ആയിട്ട് ചെയ്യുന്നതല്ല. ആദ്യം ഞാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ജെലീറ്റ അഡ്വർടൈസിംഗ് വഴി വന്ന കോയർ ബോർഡിന്റെ ഫിലിമാണ്. അതിനുശേഷം ഞാൻ വനിത എന്ന് പറഞ്ഞ് വനിതയ്ക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ ചെയ്തിരുന്നു. അത് വളരെ അന്ന് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അതിനൊക്കെ ശേഷം ഞാൻ അദ്നാൻ സാമിയുടെ ഭീഗി ഭീഗി രാത് എന്നൊക്കെ പറഞ്ഞ മ്യൂസിക് വീഡിയോസ്, ഹരിഹരന്റെ മ്യൂസിക് വീഡിയോസ് ഒക്കെ ആദ്യകാലങ്ങളിൽ ചെയ്യുമായിരുന്നു. പിന്നെ 2000 ശേഷം നമ്മൾ നിർവ്വഹണ തുടങ്ങിയതിനു ശേഷം മിറിൻഡ, മാരുതി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഹച്ചിലോട്ടൊക്കെ വരുന്നത്. അതെ അതെ. ഈ ഓഫീസ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സ്ട്രക്ചർ രീതിയൊക്കെ ഒരു അതങ്ങനെ അല്ലെങ്കിലല്ലേ ഉള്ളൂ. കാരണം ഇത്രയധികം ഐഡിയ വരുന്ന ഒരു സ്ഥലമല്ലേ അല്ലേ? എന്നെ സംബന്ധിച്ച് ഏറ്റവും താല്പര്യം സിനിമ അല്ലാതെ വേറൊരു വിഷയം ആർക്കിടെക്ചറാണ്. കാര്യം ഇതിൽ രണ്ടിലും ഞാൻ വളരെ അധികം ഒരു അതിൻ്റെ ഒരു പ്രോസസ്സ് ഒരേപോലെയാണ്. ഒരു ഐഡിയ, അതിൽ ധാരാളം ആൾക്കാർ വരുന്നു, അതൊരു സിനിമയാവുന്നു. ഏത് കൺസെപ്റ്റാണ് ഇത്? ഞാൻ നോക്കുമ്പോൾ പല ഭയങ്കര ലൈറ്റ് ഉണ്ട്. ലൈറ്റ് എല്ലായിടത്തും ഏതൊരു സ്ട്രക്ചറിലും വേണമല്ലോ ലൈറ്റ്. ഏതൊരു സ്ട്രക്ചറിലും കാറ്റും വെളിച്ചവും വന്നില്ലെങ്കിൽ അതിനൊരു പോസിറ്റീവ് എനർജി ഇല്ല. അപ്പൊ ഇത് നോർമലി ഇതൊരു ഷെല്ലാണ്, പക്ഷെ നമുക്ക് എല്ലാ സ്പേസും മേളിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും ലൈറ്റ് വരും. ഒരുപാട് പെയിന്റിങ്സുകൾ ധാരാളം പല ആർട്ടിസ്റ്റും നമ്മൾ ഇൻസ്പയർ ചെയ്യുമ്പോൾ വാങ്ങിക്കും, വെക്കും, പ്രൊമോട്ട് ചെയ്യും. ഏറ്റവും ഇഷ്ടപ്പെട്ട ആഡ് ഫിലിം ഏതാ? ചെയ്തിട്ടുണ്ടോ മൊത്തം എല്ലാം കൂടെ? അതെ, എനിക്ക് നമ്പർ പോലും അറിയില്ല. തീർച്ചയായിട്ടും ഒരു 10,500 മേളിൽ പോയി കാണും. ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ടിപ്പിക്കലായിട്ട് ഒരു ക്രിയേറ്റീവ് ആളുടെ അടുത്ത് ചോദിച്ചു കഴിയുമ്പോൾ ഉള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചത് സത്യമാണ്. അത് വരാനിരിക്കുന്നേ ഉള്ളൂ. കാര്യം നമ്മൾ എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എവിടെയോ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. സൂസുണ്ട്, പഗ്ഗുണ്ട്. പഗ്ഗൊക്കെ ഒരു ഇത് പാറ്റേണായി മാറിപ്പോയി. അല്ല, നമ്മൾ ആ സമയത്ത് നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മൾ ആ സമയത്ത് ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും രീതിയിൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഒരാൾക്കൊരു കഥ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെടുക, അതിലൂടെ ആ ബ്രാൻഡ് ആക്ച്വലി അവരുടെ വളരെ അടുപ്പമുള്ളതാകുക എന്നൊക്കെ പറയുന്നത്, ആ റിസൾട്ട് നമ്മൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം വളരെ വലുതാണ്. സിനിമ വേറെയാണ്. അത് ഒരു 2-2.5 മണിക്കൂർ പറയുന്ന ഒരു കഥയാണ്. അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് തുടരും കണ്ട സമയത്ത് ആൾക്കാരുടെ ജനത്തിന്റെ റിയാക്ഷൻ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരം വളരെ വേറെയാണ്. പരസ്യത്തിൽ അത് കിട്ടില്ല. കാരണം എവിടെ വരുന്ന ആൾക്കാർ കാണുന്നു എന്നുള്ളതാണ്. അതിൻ്റെതായിട്ടുള്ളൊരു സുഖം ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ ബാക്കിയുള്ളവരുടെ കൂടെ ക്രൗഡിൽ ഇത് കാണുമ്പോൾ ആർക്കും അറിയില്ല ഞാനാ ചെയ്തത്. അതിന്റെ ഒരു സുഖം വേറെയാണ്. ഈ റൂം എന്താ? ഇത് സ്നേഹയുടെ റൂമാണ്. അതെ അതെ അതെ. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടത് ഈ സുസുവിന്റെ പ്രൊഡക്ഷൻ സമയത്തുള്ളതാണ് ഈ സ്റ്റില്ല്. ഇൻഫാക്ട് നമ്മുടെ അവിടുത്തെ ഫുൾ കേപ്പ് ടൗണിലെ ടീമാണ്. ഞങ്ങളിപ്പോ താങ്കളെ കാണാനായിട്ട് വരുമ്പോ നാട്ടില് താങ്കളുടെ മോഹൻലാലിന്റെയും കൂടെ പോസ്റ്റർ വെച്ചിട്ട് വന്നിരിക്കുന്നു. അത്രയധികം പ്രേക്ഷകർ അതിനെ ഏറ്റെടുത്തു. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ചില സമയത്ത് ഈ പറയുന്ന ടാലന്റും ഹാർഡ് വർക്കിനും ഒക്കെ ഉപരി ഒരു ഡിവൈൻ പവർ ചില സിനിമയ്ക്ക് സംഭവിക്കും. അത് ഇതിന് സംഭവിച്ചിട്ടുണ്ടെന്ന് സംശയമൊന്നുമില്ല. ഒരു വല്ലാത്തൊരു വികാരം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ലാലേട്ടന്റെ കൂടെ ഇപ്പൊ ഈ പറയുന്ന ഒരു പോസ്റ്റർ എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്റെ ചെറുപ്പം നാൾ തൊട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു നടനാണ്. എൻ്റെ കുട്ടിക്കാലം തൊട്ട് കാണുന്ന പല സിനിമകളിലൊന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉത്സവ പിറ്റേന്ന്, അല്ലെങ്കിൽ അതേപോലത്തെ ചെറിയ സിനിമകളിൽ അദ്ദേഹം കാണിച്ചിരിക്കുന്ന ചെറിയ മാനറിസം, അത് നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് ചിലപ്പോൾ കൈവച്ചിരിക്കുന്ന രീതിയോ തിരിഞ്ഞു നോക്കുന്ന രീതിയോ അല്ലെങ്കിൽ ചെറിയ ചലനങ്ങളില്ലേ, ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ആക്ടേഴ്സിൻ്റെ അടുത്ത് പലപ്പോഴും ഞാൻ ഇൻസ്പയർ ചെയ്ത് പറയാറുള്ള കാര്യങ്ങൾ. പുനരധിവാസം എന്ന സിനിമയിൽ ഒരു പാസിംഗ് ഷോട്ടിൽ കൂടെ പ്രകാശ് വർമ്മ കടന്നു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ, അത് ഈ സിനിമ ഹിറ്റായതിനു ശേഷം അത് ശരിയാണ്? അത് ശരിയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഇതൊക്കെ അതായത് അത്രയും പഴയ സിനിമ അതിപ്പോ ആ ഒരു ക്ലിപ്പ് എടുക്കുക എന്നൊക്കെ പറയുന്ന ആര് തന്നെയാണെങ്കിലും ടാലന്റ് തന്നെയാണ്. അതൊക്കെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. യെസ്, അതിൻ്റെ അകത്ത് ഇൻഫാക്ട് ഞാൻ അതിൻ്റെ അകത്ത് സഹസംവിധായകനായിരുന്നു VK പ്രകാശിന്റെ. CA ജോർജിലേക്കുള്ള ഒരു മാറ്റം മേക്കപ്പിൽ എങ്ങനെയായിരുന്നു? കാരണം അതൊരു ഭയങ്കര ഒരു വ്യത്യസ്തമായിരുന്നു ഫേസ് കാണുമ്പോഴേ. അതെ, തീർച്ചയായിട്ടും. ഇൻഫാക്ട് തരുൺ പറഞ്ഞൊരു കാര്യം, ചേട്ടാ മീശ വെട്ടണ്ടായി, അത് വളർത്ത്. കാര്യം തന്നെ നല്ല കട്ടിയുള്ള മീശ വേണമെന്ന് ഉണ്ടായിരുന്നു. അതേതൊരു ചാനലിന് തരുൺ പറഞ്ഞ പോലെ എന്തോ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ബ്രഷ് പോലത്തെ മീശ. ഞാൻ പറഞ്ഞ അതെനിക്കറിയില്ല, പക്ഷെ മീശ ഞാൻ വളർത്താം. റഷീദക്കയുടെ വക മേക്കപ്പ് ഒക്കെ ഇട്ടപ്പോൾ ഒരു വല്ലാത്തൊരു സുഖമായിരുന്നു. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് എന്നെ തന്നെ ഞാനിങ്ങനെ മിററിൽ ഞാനിങ്ങനെ നോക്കി ജോർജിനെ ഞാൻ കണ്ടു. അപ്പം തന്നെ എന്നിലൊരു വ്യത്യാസം ഞാൻ അവിടെ കണ്ടു. അവിടെ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. ആദ്യ സീൻ ഏതായിരുന്നു? ആദ്യത്തെ സീൻ ഞാൻ തരുണിന്റെ അടുത്ത് സ്പെസിഫിക്കലി പറഞ്ഞ കോമ്പിനേഷൻ സീൻ
എസ്പെഷ്യലി വിത്ത് ലാലേട്ടനോ അല്ലെങ്കിൽ ശോഭനയോ അല്ലെങ്കിൽ മണിയമ്പിള്ള രാജേട്ടനോ ഒക്കെ ആയിട്ട് ഇടരുത്. കാര്യം വളരെ ലെജൻഡറി ആക്ടേഴ്സ് ആണ്. ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാൻ സമയമെടുക്കും. വാർത്ത കണ്ടുകൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ തന്നെ ഷർട്ട് തുന്നുന്നത്, എന്റെ ഷർട്ട് പിടിച്ച് പറിച്ചതിന് ശേഷം ഞാനിരുന്ന് തുന്നുന്നതും ഞാൻ സ്വന്തമായിട്ട് മിററിൽ നോക്കുന്ന 2 സീനുണ്ട്. അത് ഞാൻ മാത്രമേ ഉള്ളൂ. അതാണ് ആദ്യം എടുത്തത്. പക്ഷെ അന്ന് തന്നെ രാത്രി തരുൺ എനിക്കൊരു വലിയ ഹെവി സീൻ തന്നു. അവരുടെ വീട്ടിൽ പോയിട്ട് ഞാൻ മരണ വാർത്ത അറിയിക്കുന്ന, മഴയത്ത് അറിയിക്കുന്ന, രാജേട്ടനെ വിളിച്ച് മാറ്റി നിർത്തി വലിയ സീൻ. പക്ഷെ ആ ഒരു കണക്കിന് നന്നായി. കാര്യം എനിക്ക് തോന്നുന്നു ആ ഒരു സീൻ എടുത്തോടുകൂടി ഞാൻ സെറ്റായി. ലാലേട്ടനുമായിട്ടുള്ള ആദ്യ സീൻ ഏതായിരുന്നു? ലാലേട്ടനുമായിട്ടുള്ള ആദ്യത്തെ സീൻ സിനിമയിലെ ആദ്യത്തെ സീൻ. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ആക്ടർ, ഞാനല്ല പലവരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു കോ ആക്ടറിന് ലാലേട്ടൻ കൊടുക്കുന്ന റെസ്പെക്ട്ഫുൾ ആയിട്ടൊരു സ്പേസ് ഉണ്ട്. അത് ഒന്ന് പറഞ്ഞിട്ടോ ഒന്നുമല്ല. അത് ലാലേട്ടന്റെ ബോഡി ലാംഗ്വേജിലും ഉണ്ടാവുന്നൊരു എനർജി ഉണ്ട്. ആ എനർജി നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആവും. അതൊരു വല്ലാത്തൊരു ക്വാളിറ്റി. അതിപ്പം വല്ലാണ്ട് ഇങ്ങനെ പേടിക്കണ്ട അങ്ങനെ ഒന്നും ലാലേട്ടൻ പറയില്ല. ഒരു ചെറിയ കയ്യിലൊന്ന് പിടിക്കല്ലോ, ഒരു ടേക്ക് കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ വളരെ നന്നായിട്ടൊന്നും ലാലേട്ടൻ പറയില്ല, പക്ഷെ ഒന്ന് പിടിക്കും. അല്ലെങ്കിൽ ചെറിയ ജെസ്റ്റേഴ്സിലൊക്കെയാണ് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആകുക. അതൊരു വല്ലാത്തൊരു സ്പിരിച്വൽ വേ ആണ് ആ പ്രോസസ് ഒക്കെ. അത് എങ്ങനെയാ പറഞ്ഞു തരിക? ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ ഒരു സീൻ? അങ്ങനെ സീൻ, എനിക്ക് എല്ലാ സീനും ഇഷ്ടമാണ്. എല്ലാ സീനും എന്നെ തല്ലുന്ന ഒഴിച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ കാറിലുള്ള ഒരു യാത്രയുണ്ടല്ലോ. അതെ, മഴയത്ത് ഡെഡ് ബോഡി ആയിട്ടുള്ള. അതെ. അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക്. അതെ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ സീനാണ്. കാര്യം അതാണ് ആ സിനിമയുടെ ടേണിംഗ് പോയിന്റ്. അതെ, അവിടം വരെ നമുക്ക് ആക്ച്വലി വലിയ പിടി കിട്ടില്ല. ഈ പറഞ്ഞ പോലെ അതെന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സീനാണ്. അതെ. ഇപ്പൊ സ്നേഹ, ഇപ്പൊ തങ്ങളുടെ ഭാര്യ എല്ലാത്തിനും കൂടെയുണ്ട്. ക്രിയേറ്റിവിറ്റിയിലായാലും പരസ്യത്തിലും നിർമ്മാണത്തിലൊക്കെ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. എങ്ങനെയായിരുന്നു ഒരു കണ്ടുമുട്ടൽ? ഇതേപോലെ ഞങ്ങൾ കാണുന്നത് VK പ്രകാശിന്റെ ട്രെൻഡ്സ് ആഡ് ഫിലിംസിൽ വെച്ചിട്ടാണ് കാണുന്നത്. സ്നേഹം അങ്ങനെ ഫിലിം മേക്കർ ആയിട്ടാണ് അവിടെ വന്നത്. സ്നേഹം കുറച്ച് ഫിലിംസ് അവിടെ അഡ്വർടൈസിങ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില സമയത്ത് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ 2001 ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയെങ്കിൽ ഒരു 3-4 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കല്യാണം കഴിച്ചൊരുമിച്ച്. അതുവരെ ഞങ്ങൾ ഒരു ഓഫീസും മേളിൽ 2 സ്പേസിലുമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതെ. ഞങ്ങൾക്ക് 3 കുട്ടികളുണ്ട്. ദൈവം സഹായിച്ചവരൊക്കെ നല്ലപോലെ പഠിച്ച് പോകുന്നു. തിരിഞ്ഞു നോക്കുമ്പം അതൊക്കെ ഈശ്വരാനുഗ്രഹം അല്ലേ. അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ നമ്മുടെ എന്ത് ഡെസിഷനും സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നല്ല മഴയാണല്ലോ. അതെ. മഴക്കാലമാണ്. മഴക്കാലമാണ്. അതെ. ബാംഗ്ലൂർ മഴ പെയ്യുന്ന, ശരിക്കും മഴയും കാണാൻ പറ്റും ഇവിടെ. അതെ. അത് നമ്മൾ മേളിലാണെങ്കിലും ഒക്കെ നമുക്ക് മഴ ഫീൽ ചെയ്യാം എല്ലായിടത്തും. ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഈ ജഗന്നാഥ വർമ്മ സാറിന്റെ ഫോട്ടോ വെച്ചിട്ട് അതെ രണ്ടുപേരുടെയും ഫേസ് ചെയ്താണ്ട് ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ ക്ലോസ് റിലേറ്റീവാ. വളരെ. എന്റെ അച്ഛന്റെ അനിയനാണ്, അച്ഛന്റെ ഇമ്മീഡിയറ്റ് സഹോദരനാണ്. അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രകാശ് വർമ്മയ്ക്ക് എല്ലാ എനർജിയും കൊടുക്കുന്ന, ക്രിയേറ്റീവായ എനർജിയും കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സ്നേഹ ഇപ്പം കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പൊ പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ ഈ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം? ഇനി അറിയാം, പുറത്ത് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. പക്ഷേ അതെ, ഈ CA ജോർജ് ആകാൻ പോകുന്നവരും വളരെ ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തിയിട്ടാണെന്ന് സംവിധായകൻ പറഞ്ഞു കേട്ടു. എങ്ങനെയാണത്? ഇവിടെ വെച്ചായിരുന്നു ആക്ച്വലി. തരുണും സുനിലും കൂടെ വന്ന് ആദ്യം ഈ സ്റ്റോറി പറയുന്നത്. അപ്പം എനിക്ക് തരുണൊന്നും അറിയ പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഒരു 3-3.5 മണിക്കൂർ ഒറ്റൊരു ഇരുത്തിന് പുള്ളി കഥ പറഞ്ഞു. എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അത്രയ്ക്കും ആ ഫിലിം തരുണിൻ്റെ ഉള്ളിൽ എന്താ പറയുന്നത്, അരച്ച് കലക്കി പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയും മനസ്സിൽ കാണാൻ പറ്റി. അങ്ങനെയാണ് അത് ഡിസ്ക്രൈബ് ചെയ്തത്. ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു, ഞങ്ങൾ രണ്ടുപേരും. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഏറ്റവും മികച്ച അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ആഡ് ഫിലിം ഏതാണ്? പക്ഷെ അദ്ദേഹത്തിന് ഇനി വരാനിരിക്കുന്നു എന്ന് പറയും. മാഡത്തിന് ഇഷ്ടപ്പെട്ട ഏതാണ്? അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട പലതുണ്ട്. ഷാരൂഖ് ഖാന്റെ ആ ദുബായ് ടൂറിസത്തിന്റെ, പിന്നെ ബ്രിട്ടീഷ് എയർവേസിന്റെ വളരെ എമോഷണൽ കണ്ടന്റ് ഇതിനകത്ത്. അതിലാണല്ലോ ഒരു ടച്ച് വരുന്നേ.
ഞങ്ങളെ സംബന്ധിച്ച് മോസ്റ്റ് മെമ്മറബിൾ ഫിലിംസ് ആർ ഓൾവേസ് അബൌട്ട് ദ എക്സ്പീരിയൻസ് ഓഫ് മേക്കിംഗ് ഇറ്റ്. അത് എങ്ങനെ അവിടം വരെ കൊണ്ടെത്തി എന്നുള്ള പ്രോസസ് ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും എക്സൈറ്റിംഗ്. റിസൾട്ട് നമ്മുടെ കയ്യിലല്ലല്ലോ. രണ്ടുപേരും കൂടെ കൂടി ആലോചിച്ച് ഭയങ്കരമായി ചർച്ച ചെയ്തൊക്കെയല്ലേ ഇതിലേക്ക് വരുന്നത് അല്ലേ? ഞങ്ങളുടെ ഒരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് തന്നെ. കുറേ നാള് ഞങ്ങൾ കല്യാണം കഴിച്ച ആൾക്കാരാന്ന് പോലും പലവർക്കും അറിയണ്ടായിരുന്നില്ല. കാരണം ഐ തിങ്ക് our professional relationship was always before our personal relationship. അപ്പോൾ ആ പ്രൊഫഷണലിസം എന്നും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ആ ലൈൻ ക്രോസ് ചെയ്യില്ല. He lets me take certain decisions. അതേപോലെ his area he has to decide എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഫിനാൻഷ്യൽ ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് ഒന്നും അവിടെ, അതായത് ഇപ്പൊ എനിക്കിപ്പോ പെട്ടെന്ന് നമ്മളിപ്പോ ഒരു പ്രോജക്ട് നമ്മൾ പ്രത്യേക രീതിയിൽ അതിന്റെ ബഡ്ജറ്റിങ്ങിനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും ചിലപ്പം അതിന്റെ ലൊക്കേഷൻ ചിലപ്പോൾ ഒന്ന് എനിക്ക് മാറ്റിയാൽ കൊള്ളാം, അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ക്യാരക്ടേഴ്സ് വരേണ്ടി വരും, അല്ലെങ്കിൽ ഇന്നിന്ന സംഭവങ്ങൾ വേണം. അതിനൊക്കെ നമ്മൾ വിചാരിച്ചതിന്റെ എക്സ്പെൻസ് കൂടിയാലും ഞാൻ അതൊരു ഡെസിഷൻ എടുത്താൽ ഷീബിൽ നേവ. അതേപോലെ ഇപ്പൊ സ്നേഹയുടെ ഒരു ഏരിയയിൽ അങ്ങനെ ഞാൻ ലൈൻ ക്രോസ് ചെയ്യാറില്ല. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ഷാരൂഖ് ഖാന്റെ ആ ദുബായ് ടൂറിസ്റ്റിന്റെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണും. എന്തൊരു രസമാണ് ഇപ്പോഴേ. അതായത് അപ്രതീക്ഷിതമായിട്ട് വരുന്നു എന്നുള്ളത്, അത് വാസ്തവത്തിൽ എത്ര സമയം എടുത്തു അത് ഔട്ട്പുട്ടിലേക്ക് വരാനായിട്ട്? അത് അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം അത് പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് വന്നൊരു ഓഫറാണ്. SRKയിൽ നിന്ന് തന്നെ വന്ന ഓഫറാണ്. അതിൻ്റെ അകത്ത് വേറെ അഡ്വർടൈസിങ് ഏജൻസീസ് ഒന്നും ഇൻവോൾവ് അല്ലായിരുന്നു. അപ്പം അത് ലാസ്റ്റ് മിനിറ്റ് ഇൻഫാക്ട് എനിക്ക് ഹരിദാസ് എന്ന് പറഞ്ഞ നമുക്കൊരു ക്രിയേറ്റീവ് പാർട്ട്ണർ ഉണ്ട്. അപ്പൊ ഹരിയായിട്ട് പല കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം ഹരിക്ക് വന്നൊരു സമയമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഹരി നമ്മളെ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തും. ഇതേപോലെ പെട്ടെന്നൊരു ഐഡിയ ഇങ്ങനെ പറയും, പക്ഷെ ഭയപ്പെടുത്തുകയും ചെയ്യും. ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും ഇത്രയും വലിയൊരു സ്റ്റാറിനെ വെച്ചിട്ട് നമ്മൾ. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷനിൽ എടുത്ത് ചാടുന്നതാണ് എപ്പോഴും ബുദ്ധി. കാര്യം അതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. പിന്നെ SRKനെ പോലത്തെയൊക്കെ ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ്, വേറെ പുള്ളിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എന്തും ചെയ്യാൻ തയ്യാറുള്ള വളരെ നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ടൊക്കെയാണ് അവരെപ്പോഴും എന്നും അങ്ങനെ നിൽക്കുന്നത്. സംവിധായകൻ അങ്ങനെയുള്ള മോഹമായിട്ട് നടന്നു. SRK അടക്കമുള്ളവരെ അവരുടേതായ രീതിയിൽ തൻ്റെതായ രീതിയിൽ സിനിമകളിൽ ആഡ് ഫിലിമിൽ അഭിനയിപ്പിച്ചു. എങ്കിൽ പിന്നെ ഒരു സിനിമ എന്തുകൊണ്ട് ഡയറക്റ്റ് ചെയ്തുകൂടാ? എപ്പോഴും അത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ. അത് നമ്മൾ എല്ലാ സമയത്തും അതിനോട് അടുത്ത് വന്ന് ഏകദേശം ആകുമ്പോഴത്തേക്കും ഇതേപോലെ ഇപ്പൊ ദുബായ് ടൂറിസം അല്ലെങ്കിൽ ബ്രിട്ടീഷ് എയർവേസ് അല്ലെങ്കിൽ ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് വരുമ്പം ആ ഫോർമാറ്റിനോട് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ അതിലോട്ട് എടുത്ത് ചാടും. അതെല്ലാം കഴിഞ്ഞ 6 മാസം തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇത് ചിലപ്പോൾ ബോറായിട്ട് തോന്നും. പക്ഷെ കറന്റ് അവസ്ഥയിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റും അത് എഴുത്തും നടക്കുന്നുണ്ട്. പൈപ്പ് ലൈനിലാണ് കറന്റ്. എന്റെ ഏറ്റവും ഇപ്പോഴത്തെ കറന്റ് ആഗ്രഹം എന്ന് പറയുന്നത് അത് എങ്ങനെയെങ്കിലും ഈ വർഷം ചെയ്യാന്നുള്ളതാണ്. മലയാളം. ഓഹോ. അഭിനയത്തിലും ഉണ്ടാവും? അഭിനയത്തിൽ ഇതേപോലെ ഇപ്പോഴത്തെ എന്റെ പ്രയോറിറ്റി ആ സിനിമ ചെയ്യാന്നുള്ളതാണ്. പിന്നെ അഭിനയം എന്ന് പറയുന്നത് ഇപ്പം ഈ പറയുന്ന പോലെ നമ്മളെ ഇതേപോലെ വല്ലാണ്ട് അൺകംഫർട്ടബിൾ ആക്കുന്ന ഒരു ക്യാരക്ടർ അത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥ എന്റെ ചെയ്യും. ഇനി മലയാളത്തില് ഈ സിനിമ ഹിറ്റായതിനു ശേഷം പുതിയൊരു റോളിലേക്ക് ആരെങ്കിലും വിളിച്ചിട്ടുണ്ട്? ധാരാളം കോളുകൾ നടക്കുന്നുണ്ട്, ധാരാളം കോൺവെർസേഷൻസ് നടക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ അതിലൊക്കെ എന്നെ സംബന്ധിച്ച് അതിൽ ഞാൻ എന്തെങ്കിലും ആ എക്സ്പീരിയൻസ് എന്നെ എന്താ പറയാ, അതൊരു എന്നെ കുറച്ചും കൂടെ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ചെയ്യൂ. ഫിലിം മേക്കർ ഭദ്രൻ സാർ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞതിൽ ഞാൻ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റ് ആണ് സാർ പറഞ്ഞത്. സാർ പറഞ്ഞ് പോലീസുകാരനാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ തന്നെയും ഐ തിങ്ക് യു ഷുഡ് ഡു ഇറ്റ്. കാര്യം അതിലും ഒരു വെറൈറ്റി ചെയ്യാൻ പറ്റുമെങ്കിലാണ് അതിലൊരു ഇൻട്രസ്റ്റ് വാല്യൂ ഉണ്ടാവുക. പക്ഷെ അങ്ങനെയൊക്കെ എഴുതി വരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ആംഗിൾ ആയിട്ട് തോന്നി. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ അങ്ങനെ ഇപ്പൊ എടുത്തിടി ഒരു 10-15 സിനിമയിൽ അഭിനയിക്കുന്ന ഒരു മൈൻഡ് ഫ്രെയിമിലല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് സിനിമ ചെയ്യാം, പക്ഷെ എന്നെ ശരിക്കും വല്ലാണ്ട് എന്നെ രാത്രി ഉറക്കം കളയുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷെ അതിൻ്റെ അകത്തൊരു റിസ്ക് എലിമെന്റ്, അതായത് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇത് കുളമാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കുളമായ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ ചാൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന പ്രഷർ ഇല്ല.
അത് 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 പ്രേക്ഷകർ തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പൊ ഈ കണ്ടുവരുന്ന റിയാക്ഷൻ എന്നെ സംബന്ധിച്ച് ശരിക്കും ഓവർവെൽമിംഗ് ആണ്. കാര്യം ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ പ്രേക്ഷകർ നെഞ്ചോട് ചേർക്കുക എന്ന് പറയുന്നത് ഞാൻ എല്ലാ ദിവസവും ഫീൽ ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് രാത്രി 2:30 മണി വരെ ഷോ കഴിഞ്ഞ് എന്നെ അറിയുന്നതും അറിയാത്തവരും ആൾക്കാർ വിളിക്കുന്നുണ്ട്. അവരുടെയൊക്കെ കോൺവെർസേഷനിൽ വെറുതെ പറയുകയല്ല എന്ന് നമുക്ക് വളരെ എല്ലാ ഫോണും വളരെ എടുത്തു. അതെ 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 പ്രത്യേകിച്ച് ഈ അഭിനന്ദനമാണെങ്കിലും അത് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഈ നമ്മൾ ചെയ്തൊരു വർക്കിന്റെ റിസൾട്ട് അല്ലേ, അത് ഏതൊരു അവാർഡിനെക്കാട്ടിലും വലുതല്ലേ. പൊതുജനം, അതായത് പ്രേക്ഷകർ നമ്മളുടെ അടുത്ത് ഇങ്ങനെ അതിനെപ്പറ്റി സന്തോഷത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്ന അത് ഞാനിപ്പോ ഇൻഡൾജ് ചെയ്തോണ്ടിരിക്കുക, ഞാൻ എൻജോയ് ചെയ്തോണ്ടിരിക്കുക. ഞാനിപ്പോ ശരിക്ക് പൂത്തോട്ടെ കൂടെ ഇങ്ങ് വരുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് മനോഹരമായ ഒരു വീഡിയോ കണ്ടത്. താങ്കളുടെ അവിടുത്തെ വീട് നക്ഷത്രമന. ശരിക്കും എന്താ അത് അവിടെ അങ്ങനെ ഒരു വീട് പണിയാനുള്ള വേറൊന്നുമല്ല, നമ്മൾക്ക് എപ്പോഴും കേരളത്തിൽ നമ്മുടേതായിട്ടൊരു സ്പേസ് വേണമെന്ന് വളരെ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ മാസവും കേരളത്തിൽ വരും. വന്നില്ലെങ്കിൽ എനിക്ക് ശ്വാസം കറക്റ്റ് ആവില്ല. ശരിക്കും ഓക്സിജൻ അവിടെയാണ്. അത് കേരളത്തിൽ എവിടെയാണെങ്കിലും ഓക്കെ. അപ്പൊ ഞാനവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ ഞങ്ങൾക്ക് നമ്മുടെ ഒരു സുഹൃത്ത് വഴി അറിയാവുന്ന ഒരു കണക്ഷൻ വഴിയാണ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയുന്നത്. അവിടെ അശോക് കോശി എന്ന് പറഞ്ഞ് നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറിന്റെ വീടായിരുന്നു അത്. അപ്പം ഞങ്ങൾ അങ്ങനെ പോയി. ഞങ്ങൾ രണ്ടുപേരും ആദ്യം കണ്ടപ്പോൾ തന്നെ അശോകിന് അത് വിൽക്കണമായിരുന്നു. അപ്പം വീടിനെക്കാട്ടിലും ഉപരി ആ സ്ഥലവും അതിന്റെ ഏരിയയും അവിടുത്തെ വാട്ടർ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ പ്രോപ്പർട്ടിക്കുള്ളിൽ തന്നെ ഒരു കുളമുണ്ട്. അപ്പൊ അങ്ങനെ അത് ഏറ്റെടുത്ത് പിന്നെ ഞങ്ങൾ റെനോവേറ്റ് ചെയ്ത് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലാക്കി. ഇപ്പൊ ചെയ്യുന്ന ആളുടെ ഇപ്പൊ കറന്റ്ലി ചെയ്ത് തീർത്തത് ബജാജിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഫൈനൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ബിർള ഗ്രൂപ്പിന്റെ അൾട്രാടെക് അതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി അടുത്ത ആഴ്ച ബോംബെക്ക് പോകുന്നു. അപ്പൊ ഈ ഇന്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചാറ്റിംഗ് അവസാനിപ്പിക്കാൻ സമയമായി. നല്ല മഴയുള്ള സമയം. ഇതെങ്ങനെ അവസാനിപ്പിക്കണം? ആഡ് ഫിലിം മേക്കറായി തുടരണോ, നടനായി തുടരണോ, സംവിധായകനായി തുടരണോ? എനിക്ക് എന്നെ സംബന്ധിച്ച് എല്ലാമായി തുടരണം. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ട്ണറുടെയും എല്ലാ ആഗ്രഹങ്ങളും നടപ്പാകട്ടെ. നമുക്ക് ഇനി നല്ല സിനിമകൾ കാണാൻ കഴിയട്ടെ. അദ്ദേഹത്തിന്റെ നല്ല ആഡ് ഫിലിം കാണാൻ കഴിയട്ടെ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നടനെ വീണ്ടും മലയാളികൾക്ക് കിട്ടട്ടെ. ക്യാമറമാൻ നിഖിൽ ജോസഫാണ്. ഇത് മനോജ് മാടശ്ശേരി. ഇവർക്ക് എല്ലാവർക്കും ഒപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.